ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ അധികം ഇഷ്ടമുള്ള രസഗുളയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ്, പക്ഷേ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. വളരെ സ്പോഞ്ചിയായ രസഗുള എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. രസഗുള ഉണ്ടാക്കാൻ ഞാനിപ്പോൾ 2 കവറ്, അതായത് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ പാലിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ പാല് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഈ വിനാഗിരിക്ക് പകരം നിങ്ങൾ നാരങ്ങാ നീരും വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് നല്ലപോലെ കർഡിലാവുന്നത് വരെ നമുക്ക് ഇതിനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലപോലെ കർഡിലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഇതുപോലൊരു കോട്ടൺ തുണിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ താഴെ ഞാനിപ്പോൾ ഒരു അരിപ്പയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ തുണിയിലേക്കാണ് ഇതിനെ അരിച്ചെടുക്കേണ്ടത്. നമ്മൾ കർഡിലാക്കി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അത് ഈ തുണിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനിയിപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പാലിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടൊന്ന് പോവാനും വേണ്ടിയിട്ടാണ്. ഇനി ഇതിലെ വെള്ളം നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് കളയണം. നല്ലപോലെ ഇതുപോലെ പിഴിഞ്ഞ് കളയണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതിൻ്റെ മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും കയറ്റി വെക്കണം. ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഇത് കിഴി കെട്ടിയിട്ട് തൂക്കിയിടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും തൂക്കിയിട്ട് വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിനെ തുണീൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാം. കണ്ടോ, ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഡിഷിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കണം. ആദ്യമൊക്കെ നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കിന് ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഉരുട്ടിയിട്ട് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞ് പഞ്ചസാര പാനിയിൽ അങ്ങോട്ട് കലങ്ങിപ്പോവും. ഇപ്പോൾ ഈ മാവിനെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം. കണ്ടോ, ഇപ്പം ഞാൻ ഒരെണ്ണം ഇതുപോലെ ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കണം. ഇത് ഇത്രയും സൈസ് മതി കേട്ടോ. ഇത് നമ്മളിനി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് തിളപ്പിക്കുമ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ചതച്ച ഏലക്കായയോ അല്ലെങ്കിൽ ഏലക്കായ പൊടിയോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ പഞ്ചസാര പാന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്കിന് ഇത് ഡബിൾ സൈസ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇട്ട് വെച്ച രസഗുളയൊക്കെ കണ്ടല്ലോ, നല്ല പോലെ ഡബിൾ സൈസായി. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്.
അങ്ങനെ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി രസഗുള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പോട് കൂടെ തന്നെ വേണം കേട്ടോ സെർവ് ചെയ്യാൻ. വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിനായിട്ട് വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലോ സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്